ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ കുഞ്ഞു യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ദാറുസലാമിലെ നെയിൽ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, നെയിൽ എക്സ്റ്റൻഷൻ വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ദാറുസലാമിലെ ഒരു ഷോപ്പിൽ കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. ചെന്ന പാടെ അവർ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന നെയിൽ പോളിഷൊക്കെ കളയുന്നുണ്ട്. നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കളയുന്നുണ്ട്. നഖമൊക്കെ വെട്ടി വൃത്തിയാക്കി കൊള്ളാം, കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം കാലിൻ്റെ എല്ലാം നഖവും നെയിൽ പോളിഷും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, അന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്രാവശ്യം വന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി നെയിൽ പോളിഷൊക്കെ കളഞ്ഞു, എക്സ്റ്റൻഷനൊക്കെ കളഞ്ഞിട്ട് പുതിയ എക്സ്റ്റൻഷൻ വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്ന എക്സ്റ്റൻഷൻ അല്ലായിരുന്നു ഇപ്രാവശ്യം കേട്ടോ. ഇപ്രാവശ്യം ഒരു പ്ലെയിൻ ആയിരുന്നു. ഇവിടെ സൂപ്പർ ഗ്ലൂ ആണെന്ന് തോന്നുന്നു ഒട്ടിക്കാൻ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളിവിടെ കാര്യമായ പെഡിക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ ക്രിക്കറ്റൊക്കെ കളിച്ച് വന്ന് ആകെ ക്ഷീണിച്ചിട്ട് നല്ലൊരു മസാജ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നഖത്തിൻ്റെ ഒക്കെ ഷേപ്പാക്കുന്നുണ്ട്. ഓൾറെഡി ഞാനൊരു സജഷൻ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ കാര്യമായി ഷേപ്പാക്കുന്നുണ്ട്. പക്ഷേ ഷേപ്പാക്കി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത പോലെയുണ്ട്. കാരണം അത് കറക്റ്റ് ഷേപ്പായിട്ടൊന്നും ആയിട്ടില്ല. ശേഷം കാലിലൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നഖത്തിൻ്റെ ഇടയിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അതൊക്കെ വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഒരാളോട് പെഡിക്യൂറൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല മസാജൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. ശേഷം എന്താ പറയുക, ഭയങ്കര മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. കളറ് ഞാൻ പറഞ്ഞ നെയിൽ പോളിഷിൻ്റെ കളറില്ലാണ്ട് ഇവരെന്തൊക്കെയോ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ആ കളറാക്കിയിട്ടാണ് കൊണ്ടുവന്നുള്ളത്. ആദ്യം പ്ലെയിൻ അടിച്ചു, അതിന് ശേഷമാണ് ക്യൂടെക്സ് ഇട്ടത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കളറേ ആയിരുന്നില്ല. പിന്നെ ഇപ്പം നമുക്ക് ഇവരോട് ഏത് ഭാഷയിലാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്നറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം ഒന്നും പറയാൻ പറ്റില്ല. അവർ കൊണ്ടുവന്ന കളർ ചെയ്യേ നിവർത്തിയുള്ളൂ. ഇനി ഒരു അബദ്ധം ഇങ്ങനെ പറ്റാതിരിക്കാൻ നോക്കാം. ഇവിടുത്തെ ഏതെങ്കിലും കളർ പറയുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അത് മാത്രം എനിക്കത്ര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തില്ല. ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു. കളറും പിന്നെ അവർ ഷേപ്പാക്കിയതും ഒന്നും ശരിയായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ നല്ല ഭംഗിയിലായിരുന്നു കേട്ടോ ചെയ്തു തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഇപ്രാവശ്യം പോയത്. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അത്ര അങ്ങോട്ട് നന്നായിട്ടില്ല, അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇരുന്നു. കാരണം നമുക്ക് ഇവരോട് പറഞ്ഞ് തർക്കിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് ശരിയായില്ല, ഇങ്ങനെയല്ല, മാറ്റ് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഇവരോട് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പറയാനറിയണ്ടേ. അപ്പം അത് കാരണം അവരിട്ട കണക്ക് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ 2 കൈയിലും 2 കാലിലും അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതുമായിട്ട് നമ്മൾ പോരാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും പുള്ളിയോട് ഇടാൻ ആവശ്യപ്പെടില്ല. വേറെ ആരെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളെ കൊണ്ട് ഇടിയിപ്പിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെന്താണ്, നാട്ടിലെല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.